അടിപൊളിയാണ് കേട്ടോ. ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്നെയും എൻ്റെ ഈ ചാനലും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് കയറി കണ്ടു നോക്കാം കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഹെയർ കെയറിൻ്റെ ആണെന്നുണ്ടെങ്കിലും സ്കിൻ കെയറിൻ്റെ ലൈഫ് റിലേറ്റഡ് വീഡിയോസ്, അതേപോലെ തന്നെ മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് കയറി കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ വേഗം കൂടിക്കാളുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ 5K സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾക്ക് ഈ ഒരു എന്താ പറയുക, ഇത്രയും സബ്സ്ക്രൈബേഴ്സ്, ഇത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അപേക്ഷിച്ച് അത് വലിയൊരു സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ എന്താ പറയുക, ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനും, എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒരുപാട് താങ്ക് യു. ഇനിയും നല്ല നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ നല്ല നല്ല വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്, എൻ്റെ ഹെയർ നല്ല രസത്തിൽ കിടക്കുന്നുണ്ട് അല്ലേ, ഞാൻ തന്നെ പറയുന്നത്. എനിക്കൊന്നും കൂടിയും ഒരു തിക്കായിട്ട് നല്ലൊരു ഇങ്ങനെ തൊടുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നലൊരു ഹെയർ കെയറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ എന്താ പറയുക റിസൾട്ടാണ് കേട്ടോ ഇന്ന് കാണുന്നത്. ഞാൻ താരം പോകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പാക്ക് ഇട്ടിട്ടുള്ളത്. താരം പോകാൻ അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും താരനൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. അപ്പോൾ നല്ല തിക്കായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വേറിട്ട് കിടക്കുന്നുണ്ട് ഹെയർ. ആ ഒരു പാക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താരം മാറാനും ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കാർട്ടിലൊക്കെ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ റോസാപ്പൂ വെച്ചിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സും സൺ ടാനും എല്ലാം റിമൂവ് ആയിട്ട് സ്കിൻ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ്, ഈ റോസാപ്പൂ എങ്ങനെ നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കി നോക്കാം കേട്ടോ. എൻ്റെ വീട്ടിൽ റോസില്ല കേട്ടോ. അടുത്ത വീട്ടിൽ റോസ് ഇങ്ങനെ പൂത്ത് നിൽക്കണം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഒന്ന് പൊട്ടിച്ചോട്ടേന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ പൊട്ടിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ പൊട്ടിച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര തോന്നുള്ളത് അത്രയും എടുക്കാം. എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, അവരുടെ വീട്ടിൽ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കാരണം എനിക്ക് ഇത്രയും കിട്ടിയുള്ളൂ. നിങ്ങൾക്ക് എത്രയോ കൂടുതലുള്ളത് അത്രയും എടുക്കാം കേട്ടോ. നമ്മൾ ഉണക്കി പൊടിച്ച് സൂക്ഷിച്ച് വയ്ക്കാനല്ലേ, അപ്പോൾ അത്രയും കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും എടുക്കാം. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് നല്ലത് നമുക്ക് എന്താ പറയുക, നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തിയതാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് വേണ്ടി വരും അല്ലേ. അപ്പോൾ ഞാനിത് തലേ ദിവസം തന്നെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ തലേ ദിവസം കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അന്ന് എന്താ പറയുക വെയിലത്തൊന്നും വെക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും വെയിലത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിത് വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അമ്മ അതിൽ വെയിലായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കൈയിട്ട് പൊടിച്ചാൽ തന്നെ ഇങ്ങനെ പൊടിയായിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചുള്ള കാരണം ഞാൻ പിന്നെ മിക്സിയിൽ അടിക്കാൻ നിന്നില്ല കേട്ടോ. അടിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ലപോലെ ആവില്ല, കുറേ ഉണ്ടെങ്കിലാണ് നമുക്ക് ആ നല്ല പൊടിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇതല്ലേ ഉള്ളൂ കാരണം ജസ്റ്റ് ഇങ്ങനെ കൈയിട്ട് പൊടിച്ചപ്പോൾ തന്നെ നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉണക്കിയിട്ട് ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് നല്ലപോലെ പൊടി ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ചുള്ള കാരണം മിക്സിയിൽ പൊടിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ കൈയായിട്ട് തന്നെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ തന്നെ പൊടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നല്ല റോസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചാൽ തന്നെ നന്നായിട്ട് കിട്ടും, നന്നായിട്ട് പൊടി പോലെ കിട്ടും. അപ്പോൾ അത് നമ്മൾ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ കേട് വരാതിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ഞാനിവിടെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ്. ഇതിലേക്ക് നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം, തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ രണ്ടും അടിപൊളിയാണ് കേട്ടോ സ്കിന്നിലേക്ക്. അപ്പോൾ പാൽ അലർജി ഉള്ളവരൊക്കെ തൈര് എടുത്തേക്ക്. എനിക്ക് ഒന്നും കൂടി എൻ്റെ സ്കിന്നിലേക്ക് ഒന്നും കൂടി നന്നായിട്ട് തോന്നിയിട്ടുള്ളത് തൈരാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനിത് തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പൊടിച്ചെടുത്തതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. അത്ര തോന്നണം നമുക്ക് ആവശ്യമില്ല. നമ്മൾ തൈരും കൂടി ആഡ് ചെയ്യണം, കാരണം അത് കൂടി പോകും. അത് കാരണം തന്നെ ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ട് കുറച്ച് ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിവിടെ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ആ ഒരു റോസിൻ്റെ ആ കളറൊക്കെ അല്ലേ, അത് ഇതിലേക്ക് നന്നായിട്ട് ആഡ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ആ ഒരു കളർ ചേഞ്ച് വരുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കാര്യമില്ല, നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു കളർ നന്നായിട്ട് മാറണം. നമ്മൾ തൈരും കൂടി ആഡ് ചെയ്തില്ല, ആ തൈരിൻ്റെ കളർ നന്നായിട്ട് മാറണം. ആ രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഒരു പിങ്ക്, ഒരു റോസിൻ്റെ ഒരു ചെറിയ ഷെയ്ഡില്ലേ, ആ ഒരു ഷെയ്ഡ് വരും. അപ്പോൾ അതുവരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നല്ല മൈൽഡായിട്ട് പൊടിച്ചിട്ടുള്ളത്, നല്ല പൊടിയാണെന്നുണ്ടെങ്കിൽ അത് വേഗം അങ്ങനെ ആവും. ഇത് കുറച്ച് തൈരുള്ള കാരണം പെട്ടെന്ന് തന്നെ ആവില്ല. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് ആ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്, നല്ലൊരു കളറായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് മുന്നേയിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. ക്ലീൻ ആയിട്ടുള്ള ഫേസിലേക്ക് വേണം നമ്മൾ ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. മുടി ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ മുടി ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് പാക്ക് ഇടുമ്പോൾ അതുമൊക്കെ ആയിട്ട് ആകെ ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് വെച്ചിട്ട് മുടിയൊക്കെ ജസ്റ്റ് കെട്ടി വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാണ് കേട്ടോ. ഇനി ഞാൻ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അങ്ങനെ ഞാൻ അതാ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് മുന്നേയിട്ട് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു പോകരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അഴുക്കൊക്കെ ഇരുന്നിട്ടുള്ള ഫേസിലേക്ക് നമ്മൾ ഈ പാക്കും കാര്യങ്ങളൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് അഴുക്കൊക്കെ നമ്മളുടെ ഫേസിലേക്ക് തന്നെ അത് ഭയങ്കരമായിട്ട് അബ്സോർബ് ആയിട്ട് നമുക്ക് പിമ്പിൾസും ബാക്കി എല്ലാ പല ഇഷ്യൂസൊക്കെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അത് കാരണം തന്നെ നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രം ഇതേപോലുള്ള പാക്കുകളും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ അത് നല്ല കട്ടിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റോളം വെച്ചാൽ മതി കേട്ടോ. നല്ല ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ട. നല്ല ഡ്രൈ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിന്നിൽ റിങ്കിൾസ് വരാനൊക്കെ ആയിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം തന്നെ നമ്മൾ നല്ല ഡ്രൈ ആക്കാൻ നിൽക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് എൻ്റെ ഏകദേശം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളുടെ തൈരും നമ്മൾ ഈ ഒരു പാക്കും കൂടി നമ്മൾ റോസ് ഇങ്ങനെ ജസ്റ്റ് പൊടിച്ചിട്ടല്ല ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് കാരണമാണ് അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. തൈര് നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. നമുക്കിത് വാഷ് ചെയ്ത് കളയാം. കണ്ടില്ലേ, ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. നമ്മളെ പിഗ്മെന്റേഷനും സൺടാനൊക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ നല്ലൊരു ഗ്ലോ ആയിട്ട് ഉണ്ടാവും, നല്ല ബ്രൈറ്റ് ആയിട്ട് ഉണ്ടാവും ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്തായാലും ഫുള്ളായിട്ട് റിമൂവ് ആക്കിയിട്ട് വരാം കേട്ടോ. നമ്മൾ റോസ് വാട്ടറൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യില്ലേ ടോണറായിട്ട്, എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ റോസ് വാട്ടറിൻ്റെ ടോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് റോസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അതിനേക്കാൾ ഡബിൾ റിസൾട്ട് ആയിരിക്കില്ലേ. അപ്പോൾ അടിപൊളി റിസൾട്ടാണ് ഈ ഒരു പാക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ് കേട്ടോ. ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ട്. നമ്മളുടെ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനും സൺടാനൊക്കെ റിമൂവ് ആയിട്ട് നമ്മുടെ സ്കിൻ നല്ല ഒരു ബ്രൈറ്റൻ തരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും. അങ്ങനെ ഞാൻ ഫുള്ളായി റിമൂവ് ആക്കി വന്നിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നമ്മുടെ പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സും അതേപോലെ തന്നെ സൺടാനും ഒക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ടുള്ള ഫീൽ ഉണ്ടാവും. മാത്രമല്ല നമ്മുടെ സ്കിൻ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള പോലെ നല്ലൊരു ഗ്ലോ ആയിട്ടുള്ള പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ ഫേസിൽ ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ എന്തൊക്കെയോ ഇട്ടിട്ടുള്ള ഒരു ഫീൽ ഞാൻ ജസ്റ്റ് ക്യാമറയിൽ നോക്കുമ്പോഴടക്കം എനിക്ക് എന്തൊക്കെയോ ഞാൻ മേക്കപ്പ് നല്ലതൊക്കെ ചെയ്തിട്ടുള്ളൊരു പോലെ ഉണ്ട്. ഒന്നും ഇട്ടിട്ടില്ല, നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. നല്ലൊരു ഗ്ലോ ആയിട്ടുണ്ട് നമ്മുടെ സ്കിന്ന്. തൊടുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സോഫ്റ്റും നല്ലൊരു ഗ്ലോ ആയിട്ടുള്ള പോലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ട് തന്നെയായിരിക്കും. നമ്മുടെ പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സും സൺടാനും എല്ലാം നന്നായിട്ട് പോയിട്ട് നമ്മുടെ സ്കിൻ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു 2-3 വട്ടമൊക്കെ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി റിസൾട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. മാത്രമല്ല ഇതുവരെയായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഇരുന്ന് കാണുന്നതെന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണ് കേട്ടോ. വേഗം പോയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി നമ്മൾ ചെയ്തേക്കാട്ടോ. അപ്പോൾ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.